ഹലോ ഡിയേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെക്റ്റർ ഇൻ്റഗ്രേഷൻ ആണ്. അതിൽ വെക്റ്റർ ഇൻ്റഗ്രേഷനിൽ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതും. അപ്പോൾ അതിൽ വെക്റ്റർ ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് നോം പി ടെൻസ് ടു 0 സമേഷൻ കെ വേരീസ് ഫ്രം 1 to n ജി ഓഫ് എക്സ് കെ വൈ കെ ഡെൽറ്റ എക്സ് കെ എന്നുള്ള ഫോമിൽ, അത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എങ്കിൽ ഇങ്ങനെ, വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ് എങ്കിൽ ഈ ഒരു ഫോമിൽ ഡിഫൈൻ ചെയ്യും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു ലിമിറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ, എങ്ങനെയാണ് ഒരു ലൈൻ ഇൻ്റഗ്രൽസിനെ നമ്മൾ സാധാരണ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സി എന്ന് പറയുന്ന സ്മൂത്ത് കർവ് കൺസിഡർ ചെയ്യാം. ഇഫ് സി ഈസ് ദി സ്മൂത്ത് കർവ് parameterized by ഈ സി എന്ന് പറയുന്ന സ്മൂത്ത് കർവിൻ്റെ പാരാമീറ്ററൈസേഷൻ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലാണ് സിയുടെ പാരാമീറ്ററൈസേഷൻ എന്നുള്ളത് നമ്മൾ എടുക്കുക. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിൽ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നുള്ളത് വരുന്നത്, ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നുള്ളതിൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണ് എങ്കിൽ നമുക്കറിയാം ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, എഫ് ഡാഷ് ടി ഡി ടി എന്ന് വരും. അതേപോലെ വൈ ഈക്വൽ ടു ജി ഓഫ് ടി ആണ് എങ്കിൽ ഡി വൈ ഈക്വൽ ടു വരുന്നത്, ഡി വൈ ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് ജി ഡാഷ് ടി ഇൻറ്റു ഡി ടി ആണ് കിട്ടുക. അപ്പോൾ ഡി എസ് എന്ത് വരും, നമുക്ക് മൂന്നാമത്തെ ഇൻ്റഗ്രലിൽ വരുന്ന ഡി എസ് എന്നുള്ള ടേം ആണ്. അപ്പോൾ ഡി എസ് എന്നുള്ളത് വരുന്നത് ആർക്ക് ലെങ്ത് ആണ്, സ്മോൾ ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് 1 + dy by dx ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു 1 + dy എന്ന് പറയുന്നത് ജി ഡാഷ് ടി ഇൻറ്റു ഡി ടി. അപ്പോൾ ഡി ടി ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ ജി ഡാഷ് ടി മാത്രം എഴുതുന്നു. അതേപോലെ ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ടി, രണ്ടിനും സ്ക്വയർ വരുന്നുണ്ട്, ഇൻറ്റു ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ടി ഡി ടി. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് എഫ് ഡാഷ് ടീനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എഫ് ഡാഷ് ടി, റൂട്ടിൻ്റെ ഉള്ളിൽ എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ എന്ന് വരുന്നതും എഫ് ഡാഷ് ടി എന്നുള്ളതും ക്യാൻസൽ ചെയ്ത് പോകും, ഇൻറ്റു ഡി ടി എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് വൈ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടി, വൈ എന്നുള്ളത് ജി ഓഫ് ടി, ഡി എക്സ് എന്നുള്ളത് എഫ് ഡാഷ് ടി ഡി ടി എന്നുള്ള ഫോമിൽ എഴുതാം. അതേപോലെ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ടി എന്നുള്ള സ്ഥാനത്ത് ഇവിടെ എന്ത് വരും, ജി ഡാഷ് ടി ഡി വൈ എന്നുള്ളത് ജി ഡാഷ് ടി ഡി ടി എന്ന് വരും. ഇനി നമ്മളുടെ നമ്മുടെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി ആണ്, എഫ് ഡാഷ് ഇല്ല കേട്ടോ, എഫ് ഓഫ് ടി ജി ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി whole square
ഇത്രയും ടേം റൂട്ടിൻ്റെ ഉള്ളിൽ ഇൻറ്റു ഡി ടി, സ്ക്വയർ വരെ റൂട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഇൻറ്റു ഡി ടി എന്നുള്ള ഫോമിൽ നമുക്ക് ഈ ഒരു ഫോമുലാസ് ഉപയോഗിച്ച് നമുക്കിതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോമുലാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ ഫോമുലാസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഫോമുലാസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോമുലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ലെറ്റ് C denote the quarter circle defined by x equal to 4 cos t, y equal to 4 sin t, 0 less than or equal to x less than or equal to 0 less than or equal to x less than or equal to 0 less than or equal to t less than or equal to 5 by 2. Evaluate the following line integrals: integral over c xy square dx, b integral over c xy square dy, integral over c xy square dx. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ x ഈക്വൽ ടു കോസ് ടി എന്നുള്ളത്. അപ്പോൾ x ഈക്വൽ ടു കോസ് ടി, y ഈക്വൽ ടു x ഈക്വൽ ടു 4 കോസ് ടി, x ഈക്വൽ ടു 4 കോസ് ടി, y ഈക്വൽ ടു 4 സൈൻ ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 by 2. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ dx ഈക്വൽ ടു, നമുക്കറിയാം dx ഈക്വൽ ടു 4 കോസ് ടി എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, -4 കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, -4 സൈൻ ടി ഡി ടി, ഡി വൈ ഈക്വൽ ടു 4 സൈൻ ടി എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത് 4 കോസ് ടി ഡി ടി, ഡി എസ് നമ്മൾ നേരത്തെ അടുത്ത ടേം വരുന്നത് ഡി എസ് വരണം. ഡി എസ് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു റൂട്ട് ഓഫ് എഫ് ഡാഷ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ടി ഹോൾ സ്ക്വയർ ഡി ടി എന്നുള്ള ഫോമിലാണ് വരുന്നത്. എഫ് ഡാഷ് ടി എന്ന് പറയുന്നത് ഇവിടെ എഫ് ഓഫ് ടി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പം എഫ് ഡാഷ് ടി എന്ന് പറയുന്നത് -4 സൈൻ ടി. സോ ഇറ്റ്സ് ഈക്വൽ ടു ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് -4 സൈൻ ടി എന്നുള്ളതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 16 സൈൻ സ്ക്വയർ ടി പ്ലസ് 16 4 കോസ് ടിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 16 കോസ് സ്ക്വയർ ടി ഇൻറ്റു ഡി ടി എന്ന് വരും. ഈക്വൽ ടു റൂട്ട് 16 സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈക്വൽ ടു 1 റൂട്ട് 16 ഇറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു ഡി ടി എന്നുള്ളത്. ഇപ്പോൾ ഡി എസ് ഇസ് ഈക്വൽ ടു 4 ഡി ടി എന്നുള്ളത് കിട്ടി. ഇനി ഇതിൽ ഫസ്റ്റ് വണ്ണ് എ പാർട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. എ പാർട്ട് നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് എന്നാണ് വരുന്നത്. ഇതിൽ നമ്മൾ സി എന്ന് പറയുന്നത് വേരി ചെയ്യുന്ന ടി എവിടെ തൊട്ട് ഇൻ്റഗ്രൽ എ ടു ബി എന്നാണ് വരുന്നത്. ഇവിടെ ടി എവിടെ തൊട്ടാണ് വേരി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയുടെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരുന്നത് 0 to π by 2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π by 2 എക്സ് വൈ, എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു 4 കോസ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്, വൈ സ്ക്വയർ ഈക്വൽ ടു 16 സൈൻ സ്ക്വയർ ടി ഡി ടി ഇൻറ്റു dx is equal to again -4 sin t dt. So it's equal to integral 0 to π by 2 4 into 16 into -4. So 16 into 16 minus 256. So minus 256 into integral 0 to π by 2 sin cube t into cos t dt. അപ്പോൾ put u equal to sin t. അപ്പം du equal to cos t dt. sin t യുടെ ഡെറിവേറ്റീവ് cos t dt. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക u ക്യൂബ് ഡി ടി എന്നുള്ള du എന്നുള്ള ഫോമിലാണ് വരിക. അപ്പോൾ അത് വരുന്നത് u⁴/4 എന്നുള്ള ഫോമിൽ വരും. -256 ഇൻറ്റു യുക്ക് നമ്മൾ തിരിച്ചും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ sin⁻⁴t /
4 limit of integration വരുന്നത് 0 to pi by 2. So it's equal to minus 256 by 4 into sin raised to 4 sin pi by 2 equal to 1, sin pi by 2 4 raised to 4 equal to 1 വരും. 0 കൊടുക്കുമ്പോൾ sin 0 0. So it's equal to minus 256 by 4 is equal to minus 64. Okay, integral over c xy square dx is equal to minus 64 എന്നുള്ള വാല്യൂ കിട്ടി. നെക്സ്റ്റ് ബി പാർട്ടിൽ വരുന്ന ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ എന്നുള്ളതാണ്. അതിൽ നമ്മൾ വാല്യൂസ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ 0 to pi by 2 എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 4 cos t, x equal to 4 cos t, y square is equal to 16 sin square t into dy equal to 4 cos t dt. It's equal to, ഇനി ഇതിനെ നമ്മൾക്ക് മാറ്റി എഴുതാം. 256 into integral 0 to pi by 2 cos square t into sin square t dt എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഈക്വൽ ടു 256 by 4 integral 0 to pi by 2 2 into cos t sin t whole square dt. അതായത് നമ്മൾ 2 സ്ക്വയർ എന്നുള്ളതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. 2 സ്ക്വയർ 64 ഇന്റഗ്രൽ 0 to pi by 2 2 sin t cos t whole square dt എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിന് 2 sin t cos t എന്നുള്ളതിന് sin 2t 2 cos t sin 2 cos t is equal to sin 2t എന്നുള്ള ഫോമിൽ എന്നുള്ളതാണ്. 64 ഇന്റഗ്രൽ 0 to pi by 2 sin 2t whole square into dt എന്നുള്ള ഫോമിൽ വന്നു. ഇനി sin square t എന്നുള്ളതിനെ sin square t is equal to 1 minus cos 2t എന്ന് എഴുതാം. So it's equal to 64 integral 0 to pi by 2 1 minus cos 2t എന്നുള്ളത് 2 into 2t, that is cos 4t divided by 2 dt. It's equal to നമ്മൾ 64 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 by 2 into 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t മൈനസ് cos 4t ഇന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 4t ഡിവൈഡ് ബൈ 4 ലിമിറ്റ് 0 to pi by 2. ഇറ്റ്സ് ഈക്വൽ ടു 64 by 2 എന്ന് പറയുന്നത് 32 into t മൈനസ് t എന്ന് പറയുന്നത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ pi by 2 മൈനസ് sin pi by 2 എന്ന് പറയുന്നത് sin 4 pi by 2 sin 2 pi എന്ന് വരും. sin 2 pi equal to 0. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 എല്ലാ ടേമുകളും 0 ആവുന്നത്. അപ്പോൾ ബാക്കിയുള്ള ടേമുകളെല്ലാം 0 വരും. ഇറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 32 into pi by 2 equal to 16 pi എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സി പാർട്ടിലേക്ക് വരാം. സി പാർട്ടിൽ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇന്റഗ്രൽ ഓവർ സി എഫ് എക്സ് വൈ സ്ക്വയർ ഡി എസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂ കൊടുക്കുക ഇന്റഗ്രൽ 0 to pi by 2 എക്സ് ഈക്വൽ ടു 4 cos t, y equal to 4 sin t the whole square, 4 sin t whole square into ds is equal to നമുക്ക് കിട്ടിയുന്നത് 4 into dt എന്നായിരുന്നു.
4 ഇൻറ്റു ഡി ടി എന്നാണ്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 16, അപ്പം 16 ഇൻറ്റു 16 256 ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ് ടി ഇൻറ്റു അല്ലെങ്കിൽ സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഡി ടി എന്നുള്ള ഫോമിൽ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പുട്ട് യു ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പുട്ട് യു ഈക്വൽ ടു സൈൻ ടി കൊടുത്തു കഴിഞ്ഞാൽ ഡി യു ഈക്വൽ ടു കോസ് ടി ഡി ടി എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇനി ലിമിറ്റും വേണമെങ്കിൽ നമുക്ക് മാറ്റാം. നമ്മൾ നേരത്തെ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. വെൻ ടി ഈക്വൽ ടു 0, when t equal to 0, sin t u equal to sin t equal to 0, u equal to 0, u equal to sin 0 equal to 0. When t equal to pi by 2, u equal to sin pi by 2 equal to 1. Therefore, this integral becomes 256 integral 0 to 1 sin square t എന്നുള്ളതിനെ u square into cos t dt എന്നുള്ളതിനെ du എന്നുള്ള ഫോമിൽ എഴുതാം. So it's equal to 256 into integrate ചെയ്യുമ്പോൾ u cube by 3 limit 0 to 1. It's equal to limit apply ചെയ്ത് കഴിഞ്ഞാൽ 256 into 1 by 3 എന്നാണ് വരുന്നത്. അപ്പോൾ 256 by 3 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, താങ്ക് യു.